ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, ഉച്ചയൂണിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ നെത്തോലി ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ കുറച്ച് നെത്തോലി എടുത്തിട്ടുണ്ട്. അത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ഞാനിതാ ചേർക്കുന്നത്. ചിക്കൻ മസാല ചേർക്കുമ്പോഴത്തേക്കും ആ ഒരു കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞാനിവിടെ അല്ലാണ്ട് മിക്സിയിൽ മുളക് പൊടി ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് വരുന്ന രീതിക്ക് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതും ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു കാര്യം ഓർത്തത്, ഞാൻ അതിനകത്ത് ചേർക്കേണ്ട വേറൊരു സംഭവം ചേർത്തില്ല. വേറൊന്നുമല്ല, വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചതച്ചത്. അപ്പം അതുകൂടി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി കൂടി ചേർത്ത് അപ്പം വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് കൂടി കിട്ടും. അപ്പം അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. വച്ചതിന് ശേഷം ഇതുപോലെ എണ്ണ ചൂടായതിന് ശേഷം അതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഇതുപോലെയൊക്കെ ആയിരിക്കും പൊരിക്കുന്നത്. അപ്പം ഞാൻ ഇതായപ്പോൾ ഇങ്ങനെ ഒന്ന് പൊരിച്ച് നോക്കുന്നത്. നിങ്ങളിതുപോലെയൊക്കെ ആയിരിക്കും. അല്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയുടെ ആ ഒരു മണവും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ലൊരു അടിപൊളിയൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് കമൻറ്റ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ചോറെടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ പപ്പടം, പിന്നെ കുറച്ച് ചമ്മന്തി. അപ്പോൾ ഇത് ഇത്രയായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ്. ചമ്മന്തിയും പപ്പടവും ഈ നെത്തോലി ഫ്രൈയും ഒക്കെ ആയിട്ട് കുഴച്ച് കഴിക്കുക, സൂപ്പറാണ്. ഞാനിതപ്പോൾ മോനാണ് ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ അവന് സത്യം പറഞ്ഞാൽ അവന് ചമ്മന്തി ഇഷ്ടമല്ല. അവൻ ചമ്മന്തി കൂടി കഴിക്കട്ടെ എന്നുള്ള ഇതിലാണ് ഞാൻ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ.